വി.കെ. മിനിമോൾ കൊച്ചി മേയറും ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറുമാകും. ആദ്യ 2.5 വർഷമാണ് മിനിമോൾ മേയർ പദവിയിലിരിക്കുക. ഇതിനുശേഷമുള്ള 2.5 വർഷം ഷൈനി മാത്യു മേയറാകും. ഇന്നലെ ചേർന്ന എറണാകുളം DCC കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. ഏറെ തർക്കങ്ങൾക്കൊടുവിലാണ് മേയർ ആരായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിനിടെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന തന്നെ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് ആരോപിച്ച് ദീപ്തി മേരി വർഗീസ് KPCC അധ്യക്ഷനെ സമീപിച്ചു. KPCC മാനദണ്ഡങ്ങൾ മറികടന്നുവെന്നും അവർ പരാതിപ്പെട്ടിരിക്കുകയാണ്. ഷൈനി മാത്യു, ദീപ്തി വർഗീസ് എന്നിവരെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായാണ് നേരത്തെ സൂചനകൾ വന്നത്. കൊച്ചി മേയർ പദവിയിൽ ആരിയ്ക്കണമെന്നതിനെ ചൊല്ലി UDF-ൽ കടുത്ത ഭിന്നത നിലനിന്നിരുന്നു. മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ ജില്ലാ നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മുൻ മേയർ ദീപ്തി മേരി വർഗീസ്. AICC-ക്കും KPCC-ക്കുമായി ഇന്ന് പരാതി നൽകും. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പരിഭവമില്ലെന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ ആദ്യ പ്രതികരണം. മേയറാക്കാത്തതിൽ പ്രതിഷേധിച്ച് താൻ KPCC നേതൃത്വത്തിന് ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നും ദീപ്തി മേരി വർഗീസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഹൈക്കമാൻഡിനടക്കം പരാതി നൽകുകയാണെന്ന വാർത്ത പുറത്തുവരുന്നത്. കോർ കമ്മിറ്റി യോഗം ചേരാതെ ഏകപക്ഷീയമായാണ് ജില്ലാ നേതൃത്വം തീരുമാനമെടുത്തതെന്നാണ് ദീപ്തിയുടെ ആരോപണം. അതേസമയം പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണെന്ന് കഴിഞ്ഞ ദിവസം ദീപ്തി പറഞ്ഞിരുന്നു. ചില കാര്യങ്ങൾ എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ലെന്ന് നേതൃത്വം തന്നെ ആലോചിക്കേണ്ടതാണെന്നും ദീപ്തി മേരി വർഗീസ് നേതൃത്വത്തിനെതിരെ ഒളിയം പെയ്യുകയും ചെയ്തു. ഇടഞ്ഞു നിൽക്കുന്ന ദീപ്തിയെ അനുനയിപ്പിക്കാൻ പാർട്ടിയിൽ ശക്തമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് ദീപ്തിക്ക് തിരിച്ചടിയായതെന്നാണ് സൂചന. മേയറെ തീരുമാനിച്ച വിവരം ആരും തന്നെ ഔദ്യോഗികമായി അറിയിച്ചില്ലെന്നാണ് ദീപ്തി പറയുന്നത്. മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചെന്നാരോപിച്ച് ദീപ്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഇന്നലെ പരാതി നൽകി. തന്നെ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രഹസ്യ വോട്ടെടുപ്പ് നടത്തിയില്ല, ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കൾ വോട്ടെടുപ്പിന് എത്തിയില്ല, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ തനിക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളും ദീപ്തി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. KPCC-യുടെ നിരീക്ഷകൻ കൗൺസിലർമാരുടെ അഭിപ്രായം കേൾക്കണമെന്നും കൗൺസിലർമാരിൽ കൂടുതൽ പേർ അനുകൂലിക്കുന്നയാളെ മേയറാക്കണമെന്നുമാണ് പാർട്ടി സർക്കുലറിലെ നിലപാട്. എന്നാൽ ഗ്രൂപ്പ് നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷനും N വേണുഗോപാലുമാണ് കൗൺസിലർമാരുടെ അഭിപ്രായം കേട്ടതെന്നും ഇവർ പുറത്തു പറഞ്ഞ കണക്ക് അവിശ്വസനീയമാണെന്നും ദീപ്തി മേരി വർഗീസ് പരാതിയിൽ പറയുന്നുണ്ട്.